Welcome dear students, welcome to the online platform of PACE Education. ഇന്ന് നമ്മുടെ PACE പ്ലാറ്റ്ഫോമിലൂടെ ഒരു കരിയർ ഗൈഡൻസ്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും 10th കഴിഞ്ഞ് SLC കഴിഞ്ഞു, ഈ സയൻസ് എടുക്കുന്ന കുട്ടികളുണ്ട്, കൊമേഴ്സ് എടുക്കുന്ന കുട്ടികളുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികളുണ്ട്, കുറച്ച് കുട്ടികൾ VHSE സ്ട്രീമിലോട്ട് പോകും. സോ നിങ്ങൾ എന്ത് സ്ട്രീം സെലക്ട് ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അത് കഴിഞ്ഞ ആ കോഴ്സ് കഴിഞ്ഞാൽ, ഇപ്പൊ സയൻസ് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രധാനമായും ഇന്ന് സയൻസ് റിലേറ്റ് ചെയ്തുള്ള കോഴ്സുകളും മറ്റു ഓപ്പർച്യൂണിറ്റീസുമാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഒരു ലക്ഷ്യബോധത്തിലൂടെ ആയിരിക്കണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ സയൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പല കുട്ടികളും സയൻസ് സെലക്ട് ചെയ്തത് ഒന്നുകിൽ പാരൻസിന്റെ നിർബന്ധപ്രകാരം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കള് സയൻസ് എടുത്തു, അതുകൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു, അവരോട് ഒരുമിച്ചിരുന്ന് പഠിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇവർക്കായിരിക്കും സയൻസ് എടുത്തത്. എന്നാൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിനെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഫീൽഡാണ്, ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ഹയർ സെക്കൻഡറി. പ്ലസ് 2 വർഷം ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ സ്വാധീനിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണം, നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി ആയിരിക്കണം, ആരുടെ നിർബന്ധപ്രകാരം ആയിരിക്കുന്നത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കോഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് അത് പഠിക്കാൻ പറ്റും, ആ സബ്ജക്ട്സ് എനിക്ക് വളരെ 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 സിമ്പിളായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റും എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി വേണം ഏതൊരു സബ്ജക്റ്റിനെയും ഏതൊരു സ്ട്രീമിനെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടും 4 സ്ട്രീമുകളാണ് ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത് ഹയർ സെക്കൻഡറി ഭാഗത്ത്. ഏതൊക്കെയാ? 10th കഴിഞ്ഞാൽ 4 സ്ട്രീമാണ് ഉള്ളത്. ഒന്ന് സയൻസ്, മറ്റൊന്ന് കൊമേഴ്സ്, അടുത്തത് ഹ്യൂമാനിറ്റീസ്, then ഒരു ഓപ്ഷൻ കൂടിയുണ്ട് VHSE, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ അതിനെ പറയും. സോ 4 സ്ട്രീമാണ് മെയിൻ ആയിട്ടുള്ളത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSE. ഈ VHSEയും സയൻസിന്റെ വിഭാഗം തന്നെയാണ്. VHSEയുടെ വ്യത്യാസം, മാത്സ് പഠിക്കണ്ട, മാത്സ് കമ്പൽസറി അല്ല, ബാക്കി സയൻസ് സബ്ജക്ട്സുകൾ പഠിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കണം. സയൻസിന്റെ വിഭാഗം തന്നെയാണ് എന്ത്, VHSE. കൂടുതൽ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്, ഒരു സ്ട്രീം എന്ന് പറയുന്നത് സയൻസ് ആണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സയൻസ് സെലക്ട് ചെയ്യുന്നു, എന്തിനു വേണ്ടി സയൻസ് സെലക്ട് ചെയ്യുന്നു, അത് പല കുട്ടികൾക്കും അത് എന്ത് സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല, അത് എന്തൊക്കെയാണ് ഉള്ളത്, അത് എത്ര മാർക്കിനാണ് പഠിക്കേണ്ടത്, ഫസ്റ്റ് ഇയർ എങ്ങനെയാണ്, സെക്കൻഡ് ഇയർ എങ്ങനെയാണ്, ഒരു ലക്ഷ്യബോധം ഇല്ല, അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ട് നോളജ് ഇല്ലാതെയാണ് ക്ലാസ് കാണുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്നാൽ PACE എഡ്യൂക്കേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തുടക്കത്തിലെ നിങ്ങൾക്ക് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്, ഈ ഹയർ സെക്കൻഡറി 2 വർഷം നിങ്ങൾ എന്താണ് പഠിക്കാൻ പോവുകയും എന്ത് ലക്ഷ്യബോധത്തോടെ ആയിരിക്കണം നിങ്ങൾ ഈ ഹയർ സെക്കൻഡറി സയൻസിനെ അഭിമുഖീകരിക്കേണ്ടതും എന്നൊരു ചെറിയ രീതിയിലുള്ള ഒരു അവയർനെസ് ക്ലാസ് ആണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. സോ നമുക്ക് നമ്മുടെ അതിലൂടെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൂടെ തന്നെ പോകാം. അപ്പോൾ 10th കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSE. സോ PACE എഡ്യൂക്കേഷനിൽ സയൻസ് സ്ട്രീമുകളാണ്, സയൻസ് സ്ട്രീം ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് 1 പ്ലസ് 2 സയൻസ് ക്ലാസ്സുകൾ മാത്രമേ നമുക്കുള്ളൂ. ഈ മറ്റ് 3 ഓപ്ഷൻസ് നമ്മൾ എടുക്കുന്നില്ല. കൊമേഴ്സോ, ഹ്യൂമാനിറ്റീസോ, VHSEയോ നമ്മുടെ ഭാഗമായിട്ടില്ല. ഓൺലി സയൻസ് എടുക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം പ്ലസ് 2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് നീറ്റ്, JEE തുടങ്ങിയ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ലോങ് ഡേ റിപ്പീറ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയും, അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയോട് കൂടിയ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഹയർ സെക്കൻഡറിയിലെ സയൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആറ്റിങ്ങലിലെ റിപ്പീറ്റേഴ്സ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ആറ്റിങ്ങലിലെ ഹോസ്റ്റൽ ഫെസിലിറ്റിയോട് കൂടിയുള്ള ആറ്റിങ്ങലിലെ ഏക സ്ഥാപനമാണ് PACE എഡ്യൂക്കേഷൻ. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ സയൻസ് ക്ലാസ്സുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഈ സയൻസിൽ പ്രധാനമായിട്ട് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്: ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും. സയൻസിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഇവ തമ്മിലുള്ള വ്യത്യാസത്തിലോട്ട് വരുമ്പോൾ ആകെ ഒരേ ഒരു സബ്ജക്റ്റിലെ ഡിഫറൻസ്. മൊത്തം സയൻസിൽ ബയോളജി സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഇതിൽ മൊത്തം 6 വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, 6 സബ്ജക്റ്റുകൾ. ഒന്നാമത്തെ സബ്ജക്ട് ഫിസിക്സ്. നിങ്ങൾ 10ാം ക്ലാസ്സിലും ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിലർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഫിസിക്സ്. എന്നാൽ ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പല കുട്ടികളെ കുഴപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. മാത്സ് ഓറിയന്റ് ആണ്. സെക്കൻഡ് സബ്ജക്ട് കെമിസ്ട്രി, രസതന്ത്രം എന്നൊക്കെ പറയാം. തേർഡ് ബയോളജി, ഇതാണ് ബയോളജി. ജൈവശാസ്ത്രം, നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു ബയോളജി. എന്നാൽ ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ ബയോളജി 2 വിഷയങ്ങളായിട്ട് നമ്മൾ തിരിഞ്ഞു പഠിക്കുന്നു. ബോട്ടണി എന്നും സുവോളജി എന്നും. സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ബോട്ടണി, സ്റ്റഡി ഓഫ് അനിമൽസ് സുവോളജി. ബോട്ടണി എന്നും സുവോളജി എന്നും 2 സബ്ജക്റ്റുകളായി ഡിവൈഡ് ചെയ്യുന്നു. അത്രയ്ക്ക് ആധികാരികമായി പഠിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിനെ 2 സബ്ജക്ട്സ് ആക്കി 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസിലോട്ട് വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിലുള്ള കുട്ടികൾ ബയോളജിക്ക് പകരം അവർ എന്ത് പഠിക്കുന്നു? കമ്പ്യൂട്ടർ എന്ന് പഠിക്കുന്നു. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് എല്ലാം അവർ പഠിക്കുന്നു. ഇതേപോലെ ഒരേ ഒരു ഡിഫറൻസ്. ബയോളജി സയൻസിൽ ബയോളജി എന്ന വിഷയവും കമ്പ്യൂട്ടർ സയൻസിൽ ബയോളജി പകരം കമ്പ്യൂട്ടർ. ഓക്കെ. ഉള്ളത് മാത്തമാറ്റിക്സ്. കോമൺ ആയിട്ടുള്ളത് രണ്ടിലും മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം നിങ്ങളെ വളരെയധികം കുഴപ്പിക്കുന്ന ഒരു സബ്ജക്ട്. ദെൻ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും VHSCയിലും എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഇംഗ്ലീഷ്. എല്ലാ സയൻസ് സ്ട്രീമും കൊമേഴ്സ് സ്ട്രീമും ഹ്യൂമാനിറ്റീസ് സ്ട്രീമും VHSC സ്ട്രീമും എല്ലാം സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് പഠിക്കും. ദെൻ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അത് 2 ഓപ്ഷനാണ് ഉള്ളത്, ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം. എന്നാൽ ചില സ്കൂളുകൾ അറബിക് ഉണ്ട്, ചില സ്കൂളുകളിൽ ഫ്രഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാം. കൂടുതൽ കുട്ടികളും ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളമോ ആണ് ചൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, അഡ്മിഷൻ കിട്ടിയ സമയത്ത് ക്ലാസ്സിൽ വെച്ച് ആ അധ്യാപകന്റെ മുന്നിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വേണ്ടത് എന്നുള്ളത്. ഇങ്ങനെ മൊത്തം 6 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ബയോളജി സയൻസിൽ 6 സബ്ജക്ട്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്. കമ്പ്യൂട്ടർ സയൻസിലും ഇതേ സബ്ജക്ട്സ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ, കമ്പ്യൂട്ടർ, ദെൻ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ്. സോ ഹയർ സെക്കൻഡറിയിൽ പഠിക്കാനുള്ള +1 +2 പഠിക്കാനുള്ള 6 സബ്ജക്റ്റുകളെ നിങ്ങൾ പരിചയപ്പെടും. ഇനി നമുക്ക് ഈ പഠിക്കേണ്ട സബ്ജക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും പബ്ലിക് എക്സാമാണ്. പണ്ടൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് +1 പബ്ലിക് എക്സാം അല്ല. +1 നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ 8, 9 കഴിഞ്ഞ് 10 ഓൾ പാസ്സായി വരുന്നത് പോലെ +1 ഓൾ പാസ്സാണ്, പബ്ലിക് എക്സാം ഇല്ല. +2 ആണ് പബ്ലിക് എക്സാം. +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി 600 മാർക്കിന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹയർ ഓപ്ഷൻസ് എല്ലാം പോകുന്നത്, ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകുന്നത്. ഡിഗ്രി കോഴ്സുകളും മറ്റു കോഴ്സുകളും എല്ലാം സെലക്ട് ചെയ്യുന്നത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ റീസെന്റ് ആയിട്ട് ഈ 2 മാർക്ക് ബേസ്ഡ് ആക്കി. +1 പബ്ലിക് എക്സാം ആക്കി, +2 പബ്ലിക് എക്സാം ആക്കി. സോ ഫസ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ മൊത്തം ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 520 ആണ്. 520 മാർക്സിനാണ് ഫസ്റ്റ് ഇയർ ടോട്ടൽ മാർക്സ്. അതിൽ ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ നോക്കി. ഫിസിക്സ് മൊത്തം 80 മാർക്ക്, കെമിസ്ട്രി 80 മാർക്ക്, ബയോളജി 80 മാർക്ക്, മാത്തമാറ്റിക്സ് 80 മാർക്ക്, ഇംഗ്ലീഷ് 100 മാർക്കിനാണ്, സെക്കൻഡ് ലാംഗ്വേജ് 100 മാർക്കിനാണ്. അങ്ങനെ മൊത്തം 520 മാർക്ക്. ഫിസിക്സ് 80 മാർക്കിന്, കെമിസ്ട്രി 80 മാർക്കിന്, ബയോളജി 80 മാർക്ക്, മാത്തമാറ്റിക്സ് 80 മാർക്ക്, ഇംഗ്ലീഷ് 100, സെക്കൻഡ് ലാംഗ്വേജ് 100 മാർക്സ്. ഇത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഈ 4 സബ്ജക്ട്സിൽ തിയറിയും ഉണ്ട്, സിയും. തിയറി 60 മാർക്കിനാണ്. തിയറി 60 മാർക്കിനാണ്. സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയും. നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ് വെച്ചിട്ട്, നിങ്ങളുടെ ക്ലാസ്സിലെ അറ്റൻഡൻസ് വെച്ചിട്ട്, നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വെച്ചിട്ട്, നിങ്ങളുടെ സ്വഭാവത്തിന്റെ ആ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ക്ലാസ്സിലുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് വരുന്നതിന്റെ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ ക്ലാസ്സിലെ പ്രധാന അധ്യാപകൻ തരുന്ന, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയും, ആ അധ്യാപകൻ ഇടുന്ന മാർക്കാണ് സി മാർക്ക് 20.
സോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ അധ്യാപകരുടെ പെരുമാറ്റവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായി ചെയ്തുകൊണ്ട് വരികയും ഹോംവർക്കുകളെല്ലാം ചെയ്യുകയും ക്ലാസ്സിൽ റെഗുലറായിട്ട് അറ്റൻഡ് ആവുകയും ചെയ്താൽ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. ഓക്കെ, ആ 20 മാർക്ക് കമ്പൽസറി ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ തിയറിക്ക് വേണ്ടി പഠിക്കേണ്ടത് 60 മാർക്കിന് വേണ്ടി. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 680 സെക്കൻഡ് ഇയർ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 680. അതിൽ ഫിസിക്സ് ഈ സബ്ജക്ട്സ് തന്നെയാണ് ഫസ്റ്റ് ഇയർ പഠിച്ച സബ്ജക്ട്സ് ആണ് സെക്കൻഡ് ഇയർ പഠിക്കുന്നത്. മാർക്കിൽ മാത്രമേ വേരിയേഷൻ ഉള്ളൂ. ഫിസിക്സ് 120 മാർക്കിനാണ്, കെമിസ്ട്രി 120 മാർക്കിനാണ്, ബയോളജി 120 മാർക്കിനാണ്, മാത്തമാറ്റിക്സ് 120 മാർക്ക്, ഇംഗ്ലീഷ് 100 മാർക്ക്, സെക്കൻഡ് ലാംഗ്വേജ് 100 മാർക്ക്. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എല്ലാം 120 മാർക്കിനാണ് കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ 4 സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എല്ലാം ഇവിടെ 3 സെക്ഷൻ വരും. തിയറി ഉണ്ട്, സി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. തിയറി 60 മാർക്കിന് തന്നെയാണ്. ഇപ്പൊ എക്സാമ്പിൾ ഫിസിക്സിൽ 120 60 മാർക്ക് തിയറി, 20 മാർക്ക് സെക്കൻഡ് ഇയറും സിയും ഉണ്ട്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസും അറ്റൻഡൻസും വെച്ചിട്ട്. ദെൻ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ പ്രാക്ടിക്കൽ ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഇല്ല, സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ വരുന്നത്. ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ്, ബയോളജി ലാബ്, മാത്സിനൊക്കെ ലാബുണ്ട്. മാത്തമാറ്റിക്സിന് ലാബ് റീസെന്റ് ആയിട്ടാണ്, കഴിഞ്ഞ വർഷമാണ് മാത്തമാറ്റിക്സിന് ലാബ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. അതുവരെ ലാബില്ലായിരുന്നു. സോ തിയറി 60 മാർക്ക്, സി 20 മാർക്ക്, പ്രാക്ടിക്കൽ ഓരോ സബ്ജക്റ്റും 40 മാർക്കിന്. അങ്ങനെ മൊത്തം ഓരോ സബ്ജക്റ്റും 120 വരും. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് 100 മാർക്ക്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ മൊത്തം 520, സെക്കൻഡ് ഇയർ മൊത്തം 680. അങ്ങനെ ടോട്ടൽ മാർക്സ് 1200 മാർക്കിനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 2 വർഷം പഠിക്കാൻ പോകുന്നത് 1200 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഏതെങ്കിലും 1-2 സബ്ജക്റ്റിൽ ചെറിയ മാർക്ക് കുറഞ്ഞാൽ നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് മാർക്ക് ബെറ്റർ ചെയ്തെടുക്കുക എന്നും പറഞ്ഞ് മാർക്ക് ബെറ്റർ ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് പഠിക്കാൻ പുറകോട്ട് കാണിക്കരുത്. സോ അങ്ങനെ സെക്കൻഡ് ഇയർ വീണ്ടും ഫസ്റ്റ് ഇയറിൽ ഇംപ്രൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിലുള്ള സമയമാണ് നമ്മൾ ആ ഇംപ്രൂവ്മെന്റ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഇയറിൽ ഇംപ്രൂവ്മെന്റുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞിരിക്കും, വേറെ ഉപയോഗമില്ലതായി പോകും. അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് ഒരു ഓപ്ഷൻ മനസ്സിലേ വയ്ക്കാതെ നല്ല രീതിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ശ്രമം നടത്തണം. ഓക്കെ, അങ്ങനെ ടോട്ടൽ മാർക്സ് എത്രയാണ്? 1200. ഇതില് 1200-ല് ഒരു 1100 മാർക്കിന് മുകളിൽ വാങ്ങുന്ന ഒരു കുട്ടിക്ക് മാത്രമേ നല്ല രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ, നല്ല ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉള്ള ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ട്രീമാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ സയൻസ്. നല്ല ടാലന്റ് ആയിട്ടുള്ള, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉള്ള കുട്ടികളാണ് കൂടുതലും സയൻസ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചൂസ് ചെയ്യുന്ന കുട്ടികളാണ് കൂടുതലായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റിയോട് കൂടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. 1200-ന് ഏറ്റവും കുറഞ്ഞത് 1100 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഹയർ സെക്കൻഡറിയെ അഭിമുഖീകരിക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ +2 സയൻസ് പഠിച്ചു കഴിഞ്ഞ് എന്തൊക്കെ കരിയർ റിലേറ്റഡ് ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ നിങ്ങൾക്കുണ്ട്. സോ നിങ്ങൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുത്തു. ഈ സയൻസ് പഠിക്കുന്നത് കൊണ്ട് എന്ത് ഉപയോഗമാണ് നമുക്കുള്ളത്, എനിക്ക് ഇതിൽ നിന്ന് എന്ത് നേട്ടമുണ്ട്, എനിക്ക് എന്തായി തീരാൻ പറ്റും എന്ന് നിങ്ങൾ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തണം. സ്വയം തീരുമാനം എടുക്കണം. ഇപ്പോഴേ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാണ് അർത്ഥം. വെറുതെ ആർക്കു വേണ്ടി ഓർക്കാനിക്കുന്നു എന്നതുപോലെ ആവരുത് പഠനം. ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഹയർ സെക്കൻഡറി സയൻസിനെ കാണേണ്ടത്. നിങ്ങൾ കൊച്ചിലെ നിങ്ങളുടെ സാറന്മാരെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ചോദിക്കും, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ കൊച്ചിനെ പറയും എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് പൈലറ്റ് ആവണം എന്ന് പറയും. അത് കുട്ടിക്കാലത്ത് നമ്മൾ പറയുന്നതാണ്. എന്നാൽ ഏതൊന്ന് ആവണമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഹാർഡ് വർക്ക് മസ്റ്റായിട്ട് വരണം. നമുക്ക് എല്ലാം സ്വപ്നം കാണാം, സ്വപ്നം കൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രാവർത്തികമാക്കുള്ള ശ്രമം കൂടി വേണം. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റിയോട് കൂടി എന്തിനേയും നമ്മൾ പഠിച്ചാൽ മാത്രമേ, ഒരു ലക്ഷ്യബോധം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രം അതിനെ കണ്ടാൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്താൻ പറ്റത്തുള്ളൂ. അല്ലേ? ലക്ഷ്യം നമ്മുടെ മാർഗത്തെ സാധൂകരിക്കും എന്നാ പറയുന്നത്.
ഒരു മാർഗത്തിലൂടെ നമ്മൾ പോകണമെങ്കിൽ അവിടെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കണം ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ നമ്മൾ എന്തിന് സയൻസ് എടുത്തു, ആ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുന്നു, ഈ സബ്ജക്റ്റുകളെല്ലാം പരിചയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഈ സബ്ജക്ട്സിൽ ഏത് സബ്ജക്റ്റാണ് കൂടുതൽ മികവ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കുറെ കഴിയുമ്പോൾ നിങ്ങളെ തന്നെ സെൽഫായിട്ട് ഒരു അസസ്മെന്റ് നടത്താൻ, സ്വയം വിലയിരുത്താൻ പറ്റും. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് അഭികാമ്യം എന്ന് തിരഞ്ഞെടുത്ത്, ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ശോഭിക്കാൻ പറ്റും തിരഞ്ഞെടുത്ത് ആ ഫീൽഡിലോട്ട് നിങ്ങൾ പോകണം. ധാരാളം വൈഡ് റേഞ്ച് ഓഫ് കോഴ്സുകൾ +2 സയൻസ് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് കൂടുതൽ കുട്ടികളും സയൻസ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ, മറ്റു ഓപ്ഷൻ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ VHSCയിലോട്ട് പോകാതെ സയൻസ് സ്ട്രീം എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു ചോദിച്ചാൽ അതിന്റെ പിന്നിൽ അത് കഴിഞ്ഞ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ്. എത്ര കോഴ്സുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഇവിടെ കുറച്ച് കോഴ്സുകളെ പരിചയപ്പെടുത്താം. ധാരാളം ന്യൂ ജനറേഷൻ കോഴ്സുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, അങ്ങനെ ധാരാളം സ്കോപ്പ് ഉള്ള ഒന്നാണ് ഹയർ സെക്കൻഡറിയിൽ സയൻസിനെ അടിസ്ഥാനപ്പെടുത്തി. ഓക്കെ, സോ അതിൽ കുറച്ച് കോഴ്സുകൾ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടും. അപ്പൊ ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവാൻ വേണ്ടിയാണ്. സോ ആഫ്റ്റർ 12th നിങ്ങൾ 12th സയൻസ് കഴിഞ്ഞു അല്ലെ, ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ സയൻസ് പഠിച്ചു കഴിഞ്ഞു. 12ാം തരത്തിൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ജോബ് ഓറിയന്റഡ് കോഴ്സിലോട്ട് പോവുകയാണ്. ആ കോഴ്സിലോട്ട് സെലക്ട് ചെയ്യപ്പെടാൻ വേറെ കുറെ നാമങ്ങളുണ്ട്. വെറുതെ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ ആ കോഴ്സിനെ നിങ്ങൾ ലക്ഷ്യമിടുന്ന കോഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അവിടെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതാണ് പറയുന്നത്. പ്രധാനമായിട്ടും 12th സയൻസ് കഴിഞ്ഞാൽ, +2 സയൻസ് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് കുട്ടികളുടെ മുന്നിലുള്ളത്. പ്രധാനമായിട്ട് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഓപ്ഷൻസ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. മെഡിക്കൽ ഫീൽഡ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉണ്ട്, ഡിഗ്രി ലെവലുണ്ട്. ഇത് കൂടാതെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട കോഴ്സുകൾ മാത്രമേ പരിചയപ്പെടുത്തുന്നു. കുറച്ച് പേര് 12th സയൻസ് കഴിഞ്ഞിട്ട് പോളിയിൽ പോകാറുണ്ട്, IT പോകാറുണ്ട്. അതൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണ്. പ്രധാനപ്പെട്ട കോഴ്സുകളാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. മെഡിക്കൽ ഫീൽഡ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, ഡിഗ്രി കോഴ്സുകളുണ്ട്. ഇങ്ങനെ 3 ലെവലാണ് ഉള്ളത്. ഇതില് മെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് പറയാം. മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട, വൈദ്യരംഗവുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പ്രധാനമായിട്ടും നീറ്റ് ബേസ്ഡ് കോഴ്സുകളുമുണ്ട്, +2 മാർക്ക് ബേസ്ഡ് കോഴ്സുകളുമുണ്ട്. അതായത് +2 സയൻസ് കഴിഞ്ഞ് +2 ബയോളജി സയൻസ് പഠിച്ചവർക്ക് കേട്ടോ, +2 ബയോളജി സയൻസ് പഠിച്ചവർക്ക് എഴുതാവുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. +2 ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞവർക്ക് എഴുതാവുന്ന ഒരു മെഡിക്കൽ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ് നീറ്റ്. ഇതിന്റെ ഫുൾ ഫോം നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ്. നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ നീറ്റ് എക്സാമിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുന്ന റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി കുറെ കോഴ്സുകളുണ്ട്. അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. +2 നിങ്ങൾ മേടിക്കുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി, അവിടെ എൻട്രൻസിന് പ്രാധാന്യമില്ല, മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കുറെ കോഴ്സുകളുണ്ട്. നീറ്റ് ബേസ്ഡ് കോഴ്സുകൾ നോക്കാം ഏതൊക്കെയാണ്. ഒന്ന് MBBS. വളരെ കൂടുതൽ കുട്ടികൾ +2 സയൻസ് കഴിഞ്ഞ് നീറ്റ് എഴുതുന്നത് MBBS മോഹമായിട്ടാണ്. ഡോക്ടർ, MBBS അലോപ്പതി ഡോക്ടർ. ഓക്കെ, MBBS. അടുത്തത് BDS. ഏറ്റവും ഉയർന്ന കോഴ്സാണ് MBBS. അത് കഴിഞ്ഞാൽ BDS, ബാച്ചുലർ ഓഫ് ഡെന്റൽ സർജൻ. ഓക്കെ, അതായത് പല്ല് ഡോക്ടർ, ദന്ത ഡോക്ടർ. BAMS ഉണ്ട്, ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിക്കൽ സയൻസ്. ഓക്കെ, ആയുർവേദയുടെ ഡോക്ടർ. BHMS ഉണ്ട്, ഹോമിയോയുടെ ഡോക്ടർ. BH, ബാച്ചുലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിക്കൽ സയൻസ്. BDS സർജറി എന്ന് പറഞ്ഞു, ബാച്ചുലർ ഓഫ് ഡെന്റൽ സയൻസ് എന്നാണ്. ഓക്കെ, BAMS ആയുർവേദിക്, BHMS ഹോമിയോപ്പതി, BUMS ബാച്ചുലർ ഓഫ് യുനാനി മെഡിക്കൽ സയൻസ്, യുനാനി ചികിത്സ എന്നൊക്കെ നിങ്ങൾ പറയുക, അതിന്റെ ഡോക്ടർ. BVSC ബാച്ചുലർ ഓഫ് വെറ്റിനറി സയൻസ്, മൃഗ ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. BNYS ബാച്ചുലർ ഓഫ് നാച്ചുറൽ ആൻഡ് യോഗാപതിക് സയൻസ്, യോഗയിലൂടെയൊക്കെ നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ചില അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും എന്നൊക്കെ പറയുന്നു. നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതി ചികിത്സ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ.
പ്രകൃതി ചികിത്സയും യോഗയുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, ഈ MBBS, BDS, BAMS, BHMS, BUMS, BVSC, BNYS ഇതെല്ലാം ഡോക്ടർ ഡെസിഗ്നേഷൻ ഉള്ള കോഴ്സുകളാണ്. നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം സ്റ്റാറ്റസ് തരുന്ന ഒന്നാണ് ഡോക്ടർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ, അല്ലെ? നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉയർന്ന സ്റ്റാറ്റസ് തരുന്ന ഒന്നാണ് ഡോക്ടർ ഡെസിഗ്നേഷൻ. അപ്പൊ ഈ കോഴ്സുകളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ എന്ന് പറയുന്ന സമൂഹത്തിൽ വളരെയധികം വിലയുള്ള സ്റ്റാറ്റസ് ഉള്ള ഡോക്ടർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ കിട്ടുകയും അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ നിൽക്കേണ്ട കാര്യമില്ല. ഒരു പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക് എങ്കിലും സ്റ്റാർട്ട് ചെയ്ത് മണി ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും MBBS തന്നെ കിട്ടണമെന്നില്ല. നീറ്റില് ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നവർക്ക് MBBS കിട്ടത്തുള്ളൂ. പിന്നെ നീറ്റ് റാങ്ക് കുറയുന്നതിനനുസരിച്ച് മറ്റു കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യാം. ഇത് കൂടാതെ ഇതിൽ 2 ഡോക്ടർ ഡെസിഗ്നേഷൻ അല്ലാത്ത കുറച്ച് കോഴ്സുകളുണ്ട്. BSc അഗ്രികൾച്ചർ ഉണ്ട്, BSc ഫോറസ്ട്രി ഉണ്ട്, BSc ഫിഷറീസ്. ഇത് നല്ല കോഴ്സുകളാണ്. ഓക്കെ, ഇത് നീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കിട്ടുന്നത്. ഇതെല്ലാം ഈ 3 കോഴ്സുകളും 4 വർഷത്തെ കോഴ്സുകളാണ്. BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BSc ഫിഷറീസ്. ജോലി പഠിച്ചിറങ്ങിയാൽ തന്നെ വളരെ പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള കോഴ്സുകളാണ്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം നീറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കോഴ്സുകളാണ്. പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി കോച്ചിങ്ങിനൊക്കെ പോയി നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി അത് കിട്ടുന്ന ഉയർന്ന റാങ്കിങ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഈ കോഴ്സുകളിൽ ഏതെങ്കിലും ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ +1+2 പഠിക്കുമ്പോൾ എൻട്രൻസ് +1+2 പഠിക്കുന്നതോടൊപ്പം എൻട്രൻസ് ഓറിയന്റ് ആയിട്ട് കൂടി പഠിക്കണം. എൻട്രൻസ് ഓറിയന്റ് ആയിട്ട് കൂടി +1+2 പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതിലൊരു ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് +2 മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പരിചയപ്പെടുത്താം. +2 മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട്, ഡിഗ്രി. ഞാനിവിടെ പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഡിഗ്രി കോഴ്സുകളും ഉണ്ട് +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി. ഡിഗ്രി കോഴ്സുകൾ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc മാത്തമാറ്റിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BSc ബോട്ടണി, BSc സുവോളജി, BSc ബയോകെമിസ്ട്രി, BSc മൈക്രോബയോളജി, BSc ബയോടെക്നോളജി, BSc ജിയോളജി, ഓക്കെ, BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, BSc പോളിമർ കെമിസ്ട്രി. അങ്ങനെ പല പല ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഡിഗ്രി ലെവൽ കോഴ്സുകളിൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടും. ഓക്കെ, സോ ഡിഗ്രി കോഴ്സുകൾ കൂടുതലും പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് PSc എക്സാംസ് ഒക്കെ എഴുതി ഗവൺമെന്റ് ജോലികൾ നേടാൻ കഴിയും. അതോടൊപ്പം തന്നെ BSc കഴിഞ്ഞിട്ട് MSc എടുത്ത് B.Ed എടുത്ത് സെറ്റോ നെറ്റോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അധ്യാപകരായിട്ടൊക്കെ ജോലി പ്രവേശിക്കാൻ കഴിയും. എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പഠിക്കണം എന്നത് മാത്രമാണ്, അതിനുള്ള ഒരു ബേസ് ആയിട്ട് മാത്രമാണ് ഞാൻ ഇതിന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. സോ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഫീൽഡിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ് പാരാമെഡിക്കൽ ഫീൽഡ്. ഒരു ന്യൂ ജനറേഷൻ ഫീൽഡാണെന്ന് പറയാം. പുതിയ ധാരാളം കോഴ്സുകൾ ഇതിൽ വരികയാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മളെല്ലാവരും ഇതൊരു കോവിഡ് പാൻഡമിക്കിന്റെ പിടിയിലാണല്ലേ. കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന COVID-19 എന്ന് പറയുന്ന മഹാമാരി കൊണ്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ ഇന്ന് ആക്ച്വലി പിടിച്ചു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മുന്നിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡല്ലേ. അവിടെ ധാരാളം ജീവനക്കാരെ വേണം ആരോഗ്യരംഗത്ത്. ഈ ഇങ്ങനെ വല്ല പകർച്ചവ്യാധികളെല്ലാം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ടെക്നീഷ്യൻസിന്റെ അവൈലബിലിറ്റി അവിടെ ഡിമാൻഡ് കൂടും. അപ്പൊ എന്നും ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും താഴോട്ട് പോകാത്ത ഒന്നാണ് മെഡിക്കൽ ഫീൽഡ്. സോ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടി. നമ്മൾ വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല. പക്ഷെ അവിടെ നമ്മുടെ +2ന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അവിടെ നല്ല പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകളുണ്ട്, വളരെയധികം പെട്ടെന്ന് ഡിമാൻഡ് ഇല്ലാത്ത കോഴ്സുകളുണ്ട്. അപ്പൊ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മാർക്കാണ്. ഓക്കെ, അപ്പൊ നല്ല മാർക്കിന് വേണ്ടി പരിശ്രമിക്കുക. അവിടുത്തെ കുറച്ച് കോഴ്സുകൾ ഞാൻ പരിചയപ്പെടുത്താം. അതിലൊന്നാണ് B.Pharm കോഴ്സുകൾ. ഫാർമസി, ബാച്ചിലർ ഓഫ് ഫാർമസി, B.Pharm. ഓക്കെ, അതായത് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നിൽക്കത്തില്ലേ. ഇതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ഇതിന്റെ ഡിപ്ലോമ കോഴ്സാണ് D.Pharm എന്ന് പറയും കേട്ടോ. D.Pharm, ഡിപ്ലോമ ഇൻ ഫാർമസി. അത് 2 വർഷത്തെ കോഴ്സാണ്. അതിന് മെഡിക്കൽ സ്റ്റോറുടെ ലൈസൻസ് കിട്ടും. എന്നാൽ B.Pharm എന്ന് വെച്ചാൽ അതിനേക്കാൾ ഉയർന്ന കോഴ്സാണ്, ഡിഗ്രി കോഴ്സാണ്. ഈ B.Pharm പഠിക്കുന്നവർക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ജോലി കിട്ടും കേട്ടോ. മരുന്ന് നിർമ്മാണ കമ്പനികളിലേക്ക് അവരെയാണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. D.Pharm പഠിച്ചവരെ സെലക്ട് ചെയ്തില്ല. ഓക്കെ, അതുപോലെ B.Pharm പഠിച്ചവർക്ക് ഹോസ്പിറ്റലുകളിൽ D.Pharm ഉള്ള കോളേജുകളിൽ ട്യൂട്ടർ പോസ്റ്റ് ആയിട്ടൊക്കെ കിട്ടും, പഠിപ്പിക്കാനൊക്കെ കിട്ടും.
ഉയർന്ന ഒരു നിലവാരം പുലർത്തുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബിഫാം എന്ന് പറയുന്നത്. അടുത്ത BSc നഴ്സിംഗ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. അറിയാലോ നമുക്ക്, നഴ്സുകൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ അവിഭാജ്യ ഘടകമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്, സെക്ഷനാണ് നഴ്സിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലും വളരെയധികം സ്കോപ്പുള്ള ഒന്നാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അതിന്റെയും ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ജനറൽ നഴ്സിംഗ് എന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉയർന്ന വാല്യൂ ഉള്ള വളരെയധികം ഡിമാൻഡ് ഉള്ള ഒന്നാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. BSc അനസ്തേഷ്യ ടെക് എന്ന് പറയും. നമ്മൾ ഹോസ്പിറ്റലിലെ സർജറിക്കൊക്കെ മുമ്പ് അനസ്തേഷ്യ കൊടുക്കും അല്ലെ, ആ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് BSc അനസ്തേഷ്യ ടെക്. അനസ്തേഷ്യ കൊടുക്കുന്ന ആ ഡോക്ടറെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ഈ ഒരു കോഴ്സിന്റെ പഠനവുമായി ബന്ധപ്പെട്ട BSc അനസ്തേഷ്യ ടെക്. BSc മെഡിക്കൽ ലാബ് ടെക്, ലബോറട്ടറികളിലാണ് ജോലി ചെയ്യുക. പ്രൈവറ്റ് ലാബുകളിലായാലും ഹോസ്പിറ്റലുകളിൽ ലാബുകളുണ്ടല്ലോ, ബ്ലഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ലാബുകളുണ്ട്. ആ ലാബുകളിൽ ജോലി ചെയ്യുന്ന, ബ്ലഡ് സാമ്പിളൊക്കെ എടുത്ത് പരിശോധിക്കാൻ വേണ്ടിയുള്ള ആ കോഴ്സ് പഠിക്കുന്നവരാണ് ആ കോഴ്സാണ് BSc മെഡിക്കൽ ലാബ് ടെക്നോളജി. ജോലി ഉറപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ്. BSc റേഡിയോ തെറാപ്പി ടെക് എന്ന് പറയും. അതായത് നമ്മൾ ഈ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്, ക്യാൻസറിനൊക്കെ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ക്യാൻസർ വന്ന കരിച്ചു കളയുമെന്ന് പറയും. ആ റേഡിയേഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരും, അതുപോലെ CT സ്കാൻ, MRI സ്കാൻ, അതിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സാണ് BSc റേഡിയോ തെറാപ്പി ടെക്നോളജി. അടുത്ത BSc ഒപ്റ്റോമെട്രി. ഒപ്റ്റോ എന്ന് വെച്ചാൽ കണ്ണുമായി ബന്ധപ്പെട്ടത്, കണ്ണിന്റെ പരിശോധന. അതായത് കണ്ണിന്റെ പരിശോധന നടത്തുന്ന ഡോക്ടറെ സഹായിക്കുക. ആ ഡോക്ടറെ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയും. കണ്ണിന്റെ ഡോക്ടറെ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയും. ആ ഡോക്ടറെ സഹായിക്കുക, കണ്ണിന്റെ പരിശോധന നടത്താൻ പറ്റും, കണ്ണിന്റെ പവർ മനസ്സിലാക്കാൻ പറ്റും, ലെൻസ് വേണമെങ്കിൽ ആ ലെൻസ് സജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് BSc ഒപ്റ്റോമെട്രി. അടുത്ത BSc ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് പല ട്രീറ്റ്മെന്റുകളിലും ഇന്ന് ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ട്. ഇപ്പൊ തൈറോയിഡ് ഒക്കെ ട്രീറ്റ്മെന്റിന് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ കൊടുക്കും. നമ്മുടെ ബോഡിയിലെ പല അസുഖങ്ങളും ഡയഗ്നോസ് ചെയ്യാനൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ, കൊബാൾട്ട് പോലുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉപയോഗിച്ച് പല അസുഖങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും, ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ആ ഡോക്ടറെ, അതുമായി ബന്ധപ്പെട്ട ഡോക്ടറെ സഹായിക്കുന്ന കോഴ്സ് വേണ്ടിയുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന കോഴ്സാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ. BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ഫിസിഷ്യൻ കാണും അല്ലെ. നമ്മൾ ഫിസിഷ്യൻ ഒരു ഹോസ്പിറ്റലിൽ അവിഭാജ്യ ഘടകമാണ്. ഒരു പനിയായിട്ട് പോയാൽ പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ബോഡിയിലെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ പോകുന്ന ഒരു ഫിസിഷ്യനെ കാണാനാണ്. ഫിസിഷ്യനാണ് പിന്നെ മറ്റു ഡോക്ടറെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഏത് പാർട്ടിനാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഏത് സ്പെഷ്യലിസ്റ്റിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ആ ഫിസിഷ്യനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അടുത്ത BSc റെസ്പിറേറ്ററി കെയർ. പൾമണറോളജിസ്റ്റ് എന്ന് പറയും. നമ്മുടെ ലങ്സിനെ കുറിച്ചുള്ള പഠിക്കുന്ന ഡോക്ടറിനെ പറയുന്നതാണ് പൾമണറോളജിസ്റ്റ്, ശ്വാസകോശ വിദഗ്ധൻ എന്നോട് പറയുന്നില്ല. അപ്പൊ റെസ്പിറേഷൻ വന്നത് നമ്മുടെ ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഡോക്ടറെ സഹായിക്കുന്ന ആ വ്യക്തി പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് BSc റെസ്പിറേറ്ററി കെയർ. ഇന്ന് തന്നെ അറിയാം, കൊറോണ വൈറസ് ബാധിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് അല്ലെ. അപ്പൊ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട അതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടറെ, അതുമായി ബന്ധപ്പെട്ട ഡോക്ടറെ സഹായിക്കുക എന്നുള്ളതാണ് ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ജോലി, BSc റെസ്പിറേറ്ററി കെയർ. ഇവിടെ കുറച്ച് പാരാമെഡിക്കൽ കോഴ്സുകളെ മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ. ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, വളരെ ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അപ്പൊ എന്ത് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തിലോട്ട് തിരിയാം, എന്തിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളാണ്, മെഡിക്കൽ ഫീൽഡിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അടുത്ത ഡിപ്ലോമ കോഴ്സുകൾ. നേരത്തെ പറഞ്ഞു കുറച്ച് ഡിപ്ലോമ കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഡിപ്ലോമ കോഴ്സ് പറഞ്ഞു DPharm എന്ന് പറയുന്നത്, ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെ. ഡയാലിസിസ് ടെക്നീഷ്യൻ ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ കിഡ്നി പ്രോബ്ലം ആയിട്ട് വരുന്നവർക്ക് ഡയാലിസിസ് ചെയ്യണമല്ലോ, അവിടെ ഡോക്ടറെ സഹായിക്കാൻ വേണ്ടിയുള്ള ടെക്നീഷ്യനാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ. ECG ടെക്നീഷ്യൻ, ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളുടെ വേരിയേഷൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണല്ലോ ECG. ആ ECG എടുക്കുന്ന വ്യക്തിയെ അത് പഠിക്കുന്ന കോഴ്സാണ് ECG ടെക്നീഷ്യൻ എന്ന് പറയും. ECG. എക്സ്റേ ടെക്നീഷ്യൻ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കൈയും കാലും ഓടിയുമ്പോൾ നമ്മൾ എക്സ്റേ എടുക്കാൻ പോലെ ആ എക്സ്റേ എടുക്കുന്ന ആ വ്യക്തി പഠിച്ചിരിക്കുന്ന കോഴ്സാണ് ഈ പറയുന്നത്. അവരെ എക്സ്റേ ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണ്. സോ എഞ്ചിനീയറിംഗ് ആയി ബന്ധപ്പെട്ട, നമ്മൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടാണ്. ഇനി എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗില് 2 എൻട്രൻസ് എക്സാമാണ് ഉള്ളത്. ഇനി മനസ്സിലാക്കുക,
ബയോളജി സയൻസ് പഠിച്ചവർക്ക് നീറ്റ് എക്സാം, മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാം, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതാം. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം മാത്രമേ എഴുതാൻ പറ്റൂ. മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റത്തില്ല. കാരണം മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ മസ്റ്റായിട്ട് ആ കുട്ടി ബയോളജി പഠിച്ചിരിക്കണം. അതാണ് ബയോളജി സയൻസിന് കമ്പ്യൂട്ടർ സയൻസിനുള്ള അഡ്വാൻറ്റേജ്. ബയോളജി സയൻസ് പഠിച്ചാൽ മെഡിക്കൽ എൻട്രൻസ് എക്സാമും എഴുതാം, നീറ്റും എഴുതാം, ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമും എഴുതാം. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ പ്രധാനമായിട്ട് 2 എക്സാം ഉണ്ട്. കീം എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമും ഉണ്ട്, JEE എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമും ഉണ്ട്. കീം എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമാണ്. സോ കീം എന്ന് പറയുന്നത് പ്യുവർലി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ്. അതിൽ മെഡിക്കലൂടെ കലർന്നു വരും. കീമിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എന്നാണ്. എഞ്ചിനീയറിംഗ് കോഴ്സ് സെലക്ട് ചെയ്യാം, ആർക്കിടെക്ചർ ഈ ഡിസൈനിങ് വരയുമായി ബന്ധപ്പെട്ടത് ആർക്കിടെക്ചർ കോഴ്സുകൾ സെലക്ട് ചെയ്യാം. അതിൽ മെഡിക്കൽ കോഴ്സും ഉണ്ട്. ചെറിയ കേരള ഗവൺമെന്റ് കീഴിലുള്ള കുറച്ച് മെഡിക്കൽ കോഴ്സുകളുടെ സെലക്ഷനും കീം എന്നാണ് നടക്കുന്നത്. അപ്പൊ കീമിന്റെ ഫുൾ ഫോം കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എന്നാണ്. അടുത്തൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് JEE. ഇത് ഓൾ ഇന്ത്യ ലെവലുള്ള എൻട്രൻസ് എക്സാം ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലെയും കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ഓൾ ഇന്ത്യ ലെവലാണ്. കീം എന്ന് പറയുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ് കീം. ഇത് ഓൾ ഇന്ത്യ ലെവലുള്ള എൻട്രൻസ് എക്സാം ആണ്. നീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ളതാണ്. ജെയുടെ ഫുൾ ഫോം ആണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ജെ. ഇത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് കേട്ടോ. വളരെ ടഫ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ്. വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ജെ. വളരെയധികം മാത്തമാറ്റിക്സ് ഒക്കെ വളരെയധികം നല്ല രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എഴുതാവുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ജെ. ജെയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റ് ആണ് ഉള്ളത്. ഈ JEE പാസ്സാവുന്ന കുട്ടികൾക്കാണ് NIT, IIT കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇവിടെ ഈ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, സോ ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്നവരാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ. NITയിലും IITയിലൊക്കെ പഠിച്ചിറങ്ങുന്നവരാണ് നമ്മുടെ ഇവിടുത്തെ കോളേജിലെ പ്രൊഫസേഴ്സും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആയിട്ട് മാറുന്നത്. നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും മറ്റ് പ്രൊഫസേഴ്സിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് ഈ NITകളും IITകളുമാണ്. സോ ഈ കോളേജുകളിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാം ആണ് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അതിൽ നിന്നുള്ള മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് NITയിലേക്കും IITയിലേക്കും അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർ ഈ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനപ്പെടുത്തി വേണം പഠിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വളരെയധികം ഫോക്കസ് ചെയ്ത് എൻട്രൻസ് ലെവലിൽ എന്ത് ചെയ്യണം, പഠിക്കണം. കേരള ഗവൺമെന്റ് കീഴിലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ആണ്. ഈ കേരള ഗവൺമെന്റ് കീഴിലുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ കേരള ഗവൺമെന്റ് കീഴിലുള്ള കേരളത്തിനകത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. NITയിലും IITയിലൂടെ കിട്ടത്തില്ല. കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക്, പ്രൈവറ്റും ഗവൺമെന്റുമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടിത്തരുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് കീം എന്ന് പറയുന്നത്. സോ കീമിനെ നമുക്ക് പരിചയപ്പെടാം. കീമിന്റെ ഫുൾ ഫോം കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എന്ന് ഞാൻ പറഞ്ഞു. ആർക്കിടെക്ചർ മാനന്തവാടി കോളേജിൽ അഡ്മിഷൻ കിട്ടും, എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും, കുറച്ച് മെഡിക്കൽ കോഴ്സ് വരും. ഇതിൽ വരുന്ന മെഡിക്കൽ കോഴ്സുകൾ 2 എണ്ണമാണ്, B.Pharm-ഉം ഫാം ഡി. നേരത്തെ B.Pharm പാരാമെഡിക്കൽ കോഴ്സിൽ ഞാൻ പറഞ്ഞു. നമ്മുടെ കേരള ഗവൺമെന്റ് കീഴിലുള്ള B.Pharm ചില കോളേജുകളിൽ B.Pharm ഉണ്ട്. ആ B.Pharm കോഴ്സുകളിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കീമോ പാസ്സായിരിക്കണം. കീമിന് നല്ല റാങ്ക് ഉണ്ടായിരിക്കണം. B.Pharm എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സാണ് കേട്ടോ. ഒരു പുതിയ ന്യൂ ജനറേഷൻ കോഴ്സാണ് ഫാം ഡി. ഡോക്ടറേറ്റ് ഇൻ ഫാർമസി എന്ന് പറയും. ഡോക്ടറേറ്റ് ഇൻ ഫാർമസി. ഇത് 6 വർഷത്തെ കോഴ്സാണ്. 6 വർഷത്തെ കോഴ്സാണ്. സാധാരണ ഫാം ഡി എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഡോക്ടർ ഡെസിഗ്നേഷൻ ആണ്. നമുക്ക് ഡോക്ടർ ഡെസിഗ്നേഷൻ MBBS-ഉം BAMS-ഉം BHMS-ഉം പോലെ ഡോക്ടർ ഡെസിഗ്നേഷൻ ഉള്ള ഒന്നാണ് ഫാം ഡി. സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് രോഗം ഡയഗ്നോസ് ചെയ്ത് അസുഖം ഏതാണെന്ന് മനസ്സിലാക്കി ആ അസുഖത്തിന് വേണ്ട മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ആ ഡോക്ടറാണ് അല്ലേ. എന്നാൽ നോർമലി ഒരു ഡോക്ടർ അല്ല മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. രോഗം ഡയഗ്നോസ് ചെയ്യാനുള്ള ഇത് മാത്രമേ ഡോക്ടറിനുള്ളൂ.
മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ഫാർമഡി പഠിച്ചവരാണ്. ഏത് മരുന്ന് കൊടുക്കണം, ആ മരുന്ന് എത്ര അളവിലായിരിക്കണം, ആ രോഗിയുടെ ബോഡിയുടെ ഭാരത്തിനും പൊക്കത്തിനും എല്ലാം അനുസൃതമായി വേണം മരുന്ന് കൊടുക്കേണ്ടത്. ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ഫാർമഡിക്കാരാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഫാർമഡി അത്രത്തോളം എക്സ്പാൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് തന്നെയാണ് രോഗം ഡയഗ്നോസ് ചെയ്യുന്നതും ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യുന്നതും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ കൂടുതലും ഫാർമഡി പഠിച്ചവരാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾ കൂടുതലും ജോലി സാധ്യത പുറത്താണ്. ഇന്ത്യയിൽ ഇത് എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടില്ല, ഈ ലെവലിലോട്ട് വന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒന്നാണ് ഫാർമഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബി ഫാമും ഫാർമഡി ഈ രണ്ട് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനാണ് കീമിൽ നിന്ന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നത്. അതിലെ കുറെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. ആ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഒന്ന് CS, കമ്പ്യൂട്ടർ സയൻസ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഭയങ്കര അധികം താല്പര്യമാണ്, കമ്പ്യൂട്ടറിൽ നല്ല നോളജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വെറുതെ പണ്ടൊക്കെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ വാല്യൂ ഉള്ള ഒരു കോഴ്സ് ആയിരുന്നു കേട്ടോ. ഇന്ന് അതിന്റെ വാല്യൂ പോയെന്നല്ല, അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു. കാരണം പണ്ട് വളരെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെയധികം സ്കില്ലുള്ള കഴിവുകളുള്ള കുട്ടികളെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ വാർത്തെടുക്കുന്നത്. അവർ നമ്മുടെ സമൂഹത്തിന്, സൊസൈറ്റി വളരെ മുതൽക്കൂട്ടാണ്. എന്നാൽ ഇന്ന് മുക്കിന് ഓരോ എഞ്ചിനീയറിംഗ് കോളേജുകളാണ്, പ്രൈവറ്റ് കോളേജുകൾ. ആവശ്യം പോലെ കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നു. എന്നാൽ ഇതിൽ എത്ര പേര് പഠിച്ചിറങ്ങുന്നു നമുക്കറിയാമോ? പറ്റില്ല. എല്ലാവരും ചോദിച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, എന്നാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? കാണത്തില്ല. സാധാരണ 40% താഴെ കുട്ടി എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യുന്ന 40% താഴെ കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. ബാക്കി 60% പേരും പേപ്പറുകളെല്ലാം പോയി ഇങ്ങനെ നടക്കും. അപ്പൊ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ആ കോഴ്സ് പഠിക്കണം, എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ? നിങ്ങൾക്ക് ആ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാനെങ്കിലും, ഒരു പടം വരെയും, പടം എന്ന് വെച്ചാൽ പൂവിന്റെയും ഇതിന്റെ പടമൊന്നുമല്ല, ഒരു ചെറിയ വീടിന്റെയും മറ്റേത് ഡിസൈനിങ്ങിനൊക്കെ വലിയ താല്പര്യമുണ്ടോ? കമ്പ്യൂട്ടറിൽ വല്ല നോളജ് ഉണ്ടോ? കമ്പ്യൂട്ടറിനോട് വലിയ താല്പര്യമുണ്ടോ? ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം താല്പര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിലോട്ട് ജോയിൻ ചെയ്യേണ്ടത്. അല്ല വീട്ടുകാരുടെ നിർബന്ധത്തിനോ മറ്റാരുടെ നിർബന്ധത്തിനോ ഒരു കോഴ്സ്, ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചൂസ് ചെയ്യരുത്. ഭാവി തുലച്ചു കളയരുത്. അപ്പൊ നിങ്ങളെ തന്നെ സെൽഫ് അസസ് ചെയ്യുക. എനിക്ക് ഇതിനോടാണ് താല്പര്യം, ഈ ഇതിലോട്ട് പോയാൽ എനിക്ക് എന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും, എനിക്കൊരു ജോലി നേടിയെടുക്കാൻ പറ്റും എന്ന് ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിലോട്ട് തന്നെ പോവുക. ഓക്കെ, ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നുണ്ട്. വലിയ വലിയ കമ്പനികൾ വന്നിട്ട് അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തും അവരുടെ കമ്പനികളിലേക്ക്. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ച് 4ാമത്തെ വർഷം എത്തുമ്പോൾ തന്നെ, ഇതൊക്കെ 5 വർഷത്തെ കോഴ്സുകളാണ്, 4ാമത്തെ വർഷം എത്തുമ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷൻ ആണ്, നിങ്ങൾ ജോലി കിട്ടും. അപ്പൊ അവര് അപ്പോഴേ നിങ്ങൾ അതിലോട്ട് പോകണ്ട, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 5 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുക. അപ്പോഴേ നിങ്ങൾ ജോലി ഉറപ്പിച്ചു കഴിഞ്ഞു, പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ഉറപ്പിച്ചു കഴിഞ്ഞു. അത്ര സ്കില്ലുള്ളവരായി നിങ്ങൾക്ക് നല്ല കോഴ്സുകൾ ചൂസ് ചെയ്താൽ, നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നല്ല +2 നല്ല റാങ്കിന്റെ കീമിൽ ഉണ്ടാവുന്ന റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി. പക്ഷെ അതുപോലെ ഈ കീമില് റാങ്ക് എന്ന് പറയുന്നത് ഈ കീം എൻട്രൻസ് എക്സാമിലെ മാത്രം മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയില്ല റാങ്ക്. +2 നിങ്ങൾ മേടിക്കുന്ന മാർക്കും 50% വെയിറ്റേജ് ആണ്. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് വാങ്ങുന്ന മാർക്കും അതുപോലെ ഈ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ വാങ്ങുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. അല്ല, ഈ എൻട്രൻസ് എക്സാമിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല +2 മാർക്ക് ഇമ്പോർട്ടൻ്റ്. എന്നാൽ നീറ്റ് എന്ന് പറയുമ്പോൾ +2 മാർക്ക് അവിടെ ബേസ് അല്ല, ഓൺലി ആ എൻട്രൻസ് എക്സാമിൽ നിങ്ങൾ മേടിക്കുന്ന മാർക്കാണ് റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ മാർക്ക് +2 മാർക്കും അതുപോലെ ഈ എൻട്രൻസ് എക്സാമിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ +2 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീം എഴുതണമെങ്കിൽ, കീമിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, കീമിൽ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കണമെങ്കിൽ എന്ന് മനസ്സിലാക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇപ്പൊ CS കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ വല്ല താല്പര്യമുണ്ട്, അതിനെ പറ്റി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാം എങ്കിൽ നിങ്ങൾ ആ ഫീൽഡിലോട്ട് പോകുക. അതിന്റെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ള കോളേജുകൾ ചൂസ് ചെയ്ത്, നല്ല കോളേജുകൾ ചൂസ് ചെയ്ത് അവിടെ പോവുക. അടുത്ത IT.
IT എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടത് തന്നെ, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അതിന് മറ്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമും ഹാർഡ്വെയറും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫീൽഡ്. അടുത്ത ECE. ECE ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടറും മറ്റ് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ഡിവൈസുകളും നമ്മുടെ ചില ഹാർഡ്വെയർ പ്രോഗ്രാമുകളും അതിൽ ചില സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ECE എന്ന് പറയുന്നത്. അടുത്ത ട്രിപ്പിൾ E എന്ന് പറയും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഈ KSEB-യിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഈ കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്, എന്നുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയും. സിവിൽ എഞ്ചിനീയറിംഗ് ഏറ്റവും കോഴ്സ് കുട്ടികൾ ചൂസ് ചെയ്യുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ഈ നമ്മൾ വീട് വയ്ക്കാൻ പോകുമ്പോൾ വീടിന്റെ ഡിസൈൻ ഒക്കെ ചെയ്യുന്നത്, അല്ല 3D ഒക്കെ ഡിസൈൻ ചെയ്യുക, വീടിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതെല്ലാം സിവിലാണ് വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് വാഹനങ്ങളുടെയൊക്കെ പാർട്സുകളൊക്കെ ബിൽഡ് ചെയ്യുക, അതുണ്ടാക്കുക. വണ്ടികളൊക്കെ നിർമ്മിക്കുമല്ലോ, പുതിയ വണ്ടികളൊക്കെ പാർട്സുകളൊക്കെ നിർമ്മിക്കുമല്ലോ, അതിന് എഞ്ചിനൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക, അതെല്ലാം ഇതിലാണ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഏതൊരു ഫാക്ടറികളിൽ പോയാലും ഏതൊരു ഇൻഡസ്ട്രിയിൽ പോയാലും ഫാക്ടറികളിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് പല പല സ്റ്റെപ്പുകളിലൂടെ പല പല കെമിക്കൽ പ്രോസസ്സുകളിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നില്ല, ഒരു ഉൽപ്പന്നം ഉണ്ടാവുന്നത്. ആ ഫാക്ടറിയിൽ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സുകൾ അനലൈസ് ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ആണ് ഈ പ്ലെയിനിന്റെ എയറോക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുക, എയറോപ്ലെയിന്റെ പാർട്സുകളൊക്കെ നിർമ്മിക്കുക, എയറോപ്ലെയിൻ നിർമ്മിക്കുക, അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്ത എയറോസ്പേസ്. എയറോസ്പേസ് എന്ന് പറയുന്നത് ഈ നാസോ, നമ്മുടെ കേരളത്തിലുള്ള മറ്റ് ഗവേഷണ പര്യവേഷണ കേന്ദ്രങ്ങളുണ്ടല്ലോ, ISRO, നമ്മുടെ കേരളത്തിലുള്ള ISRO, അവിടെയൊക്കെ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കോഴ്സാണ് എയറോസ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട, ഓക്കെ, സ്പേസുമായി ബന്ധപ്പെട്ട, ഓക്കെ, റോക്കറ്റ് വിക്ഷേപണം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ല അതിന്റെ പാർട്ടുകൾ നിർമ്മിക്കുന്നതാണ് എയറോസ്പേസ് എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽ, ഇന്ന് വളരെയധികം തളർച്ച വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഓട്ടോമൊബൈൽ. നമ്മുടെ വണ്ടികളുടെയൊക്കെ മറ്റ് ഓട്ടോമൊബൈൽ സെക്ഷനൊക്കെ ഉണ്ടല്ലോ, അതിന് മറ്റ് പാർട്സുകൾ, വണ്ടിയുടെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ളതും മറ്റു കാര്യങ്ങളുമായി വണ്ടിയുടെ മറ്റ് പാർട്സുകളുമായി ബന്ധപ്പെട്ടതാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ബയോമെഡിക്കൽ. ബയോമെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പല പല ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന പല പല എക്യുപ്മെന്റ്സ് ഉണ്ട്. ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതുപോലെ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് വേണ്ടി ഉപയോഗിക്കുന്ന ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഉണ്ട്. അങ്ങനെ പല പല മെഷീനുകളുണ്ടല്ലോ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന. ഈ മെഷീനുകളൊക്കെ ഈ പറഞ്ഞ പാർട്സുകളെല്ലാം നിർമ്മിക്കുന്ന ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ ബയോടെക്നോളജി, പുതിയ പുതിയ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിലൂടെ പുതിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള പ്ലാന്റ്സുകളെയും ക്രോപ്പുകളെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ടെക്നോളജിയാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള പ്ലാന്റ്സുകളായാലും മറ്റ് ആനിമൽസിനെയൊക്കെ നിർമ്മിച്ചെടുക്കുന്ന മെത്തേഡാണ് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഫീൽഡുമായി കൂടെ ബന്ധപ്പെട്ടതാണ്. അടുത്ത സെറാമിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വീടുകളിലെ സെറാമിക്സ് എന്ന് പറയും, ടൈലുകൾ നിർമ്മിക്കുക, മാർബിളുകളുടെ കൺസ്ട്രക്ഷൻ, അതുപോലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ വാഷ് ബേസൺ, അല്ല പല പല രീതിയിലുള്ള വാഷ് ബേസൺ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതെല്ലാം കൺസ്ട്രക്ഷൻ, ഇതിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതാണ് സെറാമിക് എഞ്ചിനീയറിംഗ്. അടുത്ത ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഒരു ഇൻഡസ്ട്രി എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഒരു ഫാക്ടറി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ഒരു ഫാക്ടറി നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അടുത്ത എൻവയോൺമെന്റ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, ഇന്ന് നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷനൊക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ കൂടുതൽ ജോലി സാധ്യതകളുണ്ട്. അത് സെലക്ട് ചെയ്യുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരെയാണ്. അടുത്ത മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും, ഈ കപ്പൽ നിർമ്മാണം, നേവി, മർച്ചന്റ് നേവി, അതിലൊക്കെ ജോലി കിട്ടാനാണെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത മൈനിങ് എഞ്ചിനീയറിംഗ്, ഖനനവുമായി ബന്ധപ്പെട്ടത്. നമ്മൾ സ്വർണം ഖനനം ചെയ്യുന്നു, പെട്രോൾ ഖനനം ചെയ്യുന്നു അല്ലെ, ഈ ഖനനവുമായി ബന്ധപ്പെട്ടതാണ് മൈനിങ് എഞ്ചിനീയറിംഗ്. പിന്നെ സിൽക്ക് ആൻഡ് ടെക്സ്റ്റൈൽ എന്ന് പറയും, നമ്മുടെ പുതിയ തരത്തിലുള്ള ഫാഷനുകൾ, പുതിയ പുതിയ മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അത് ഡിസൈൻ ചെയ്തെടുക്കുക,
ഈ ടെക്സ്റ്റൈൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് സിൽക്ക് ആൻഡ് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ പല പല ഇതിൽ കൂടാതെ ധാരാളം ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല എഞ്ചിനീയറിംഗ് സെക്ഷൻസ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട്? കീമിനെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട്. ഓക്കെ, അപ്പൊ കീമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എഞ്ചിനീയറിംഗ് സെക്ഷൻസ് എല്ലാം ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ആർക്കിടെക്ചർ എക്സാംസും ആർക്കിടെക്ചർ ഫീൽഡും എല്ലാം കീമിൽ നിന്നാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് +2 സയൻസ് പഠിച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്ന ഫീൽഡ്. ഇതിനേക്കാളും ഫീൽഡുകളുണ്ട്. ഞാൻ വളരെ കുറച്ച് ഫീൽഡുകളെ പരിചയപ്പെടുത്തിയുള്ളൂ. ഇതിനേക്കാൾ ധാരാളം കോഴ്സുകളെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് എത്ര പറഞ്ഞാലും സമയം കിട്ടത്തില്ല. എനിക്ക് അറിഞ്ഞൂടാത്തതായിട്ട് തന്നെ ധാരാളം കോഴ്സുകളുണ്ട്. പുതിയ പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകളുണ്ട്. സോ അതൊക്കെ നമ്മൾ വരും വഴിയെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് വരുമ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ സ്വയം ഒന്ന് വിലയിരുത്തുക. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് കൂടുതൽ താല്പര്യം, ആ ഫീൽഡിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണമൊക്കെ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ നീറ്റ് എൻട്രൻസ് എക്സാം ആണോ എഴുതേണ്ടത്, കീം എൻട്രൻസ് ആണോ, JEE ആണോ, അതേ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡിഗ്രി ലെവലോ പാരാമെഡിക്കൽ കോഴ്സിലേക്കാണോ പോകേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനൊരു ധാരണ എപ്പോഴും ഉണ്ടാക്കണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നിങ്ങളെ മോൾഡ് ചെയ്യേണ്ടത്, നിങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടത്, രൂപപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്കെല്ലാം വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് ആകും എന്ന് വിശ്വസിക്കുന്നു. സോ ഇത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഗോളാക്കി, ഒരു ലക്ഷ്യബോധമാക്കി വയ്ക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോവുക. നന്നായിട്ട് സയൻസ് പഠിക്കാനുള്ള ശ്രമം നടത്തുക. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.